ഇക്കൊല്ലത്തെ ലാസ്റ്റ് ചക്ക പഴുത്തതാണ്. നല്ല തേൻ വരിക്ക ചക്ക എന്ന് പറയുന്ന പോലെ തേൻ പഴഞ്ചക്കയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിക്കുമ്പോൾ നൂലില്ലാതെ ചക്കയാണ്. പഴഞ്ചക്ക കഴിക്കുമ്പോൾ തൊണ്ടയ്ക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞില്ലേ, അതേപോലെയല്ല. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ, അടിപൊളി ചക്കയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ചക്ക കഴിച്ചതിന് ശേഷം ഇതിൻ്റെ കുരു കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. വറുത്തരച്ച കറി ചക്കക്കുരു. അപ്പോൾ ചക്കക്കുരു തേങ്ങ വറുത്തരച്ച് വെക്കുന്ന വിധം നമുക്ക് കാണാം. ഇതാ ചക്കക്കുരു ഞാനിതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ തൊലി കണ്ട, ഈ കട്ടി തൊലി അങ്ങ് കളഞ്ഞാൽ മതി. അതിൻ്റെ ഉള്ളിലത്തെ ആ ചുവന്ന തൊലി കളയണ്ട. അതാണ് നമ്മുടെ ശരീരത്തിന് ഗുണകരമായ ഒന്ന്. ഇത് ഞാൻ ചക്കക്കുരുവിൻ്റെ ആദ്യത്തെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലാണ് മുറിച്ചിടുന്നത്. നിങ്ങൾക്ക് ഏത് വിധത്തിലും മുറിക്കാം. വട്ടത്തിൽ മുറിച്ചാൽ മതി. അപ്പോൾ ഇതാ ഞാൻ കുരുവൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുരുവിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ തക്കാളി, പച്ചമുളക്, ഉള്ളി. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം. ഞാനിതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. കറി ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ചക്കക്കുരു, ഉള്ളി, തക്കാളി, മുളക് എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. പിന്നെ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടിയുണ്ട്, വെളുത്തുള്ളി. കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുരു വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പിനുള്ള തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് ചീനച്ചട്ടി ചൂടായതിന് ശേഷം ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു 3-4 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വറവിൽ. അപ്പോൾ നന്നായിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുരുവിൻ്റെ അവസ്ഥയൊന്ന് തുറന്നടക്കാൻ നോക്കണം. കുരു വെന്തിട്ടില്ല, ഒന്ന് ഇളക്കി അടക്കാം. ഇടയ്ക്കൊന്ന് നോക്കിയിട്ടില്ലെങ്കിൽ വെള്ളം വറ്റിയിട്ട് കരിഞ്ഞു പോവില്ലേ, അതുകൊണ്ടൊന്ന് തുറന്ന് ഇളക്കി അടക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതാ വറുത്ത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അരക്കാൻ നോക്കുമ്പോൾ കറണ്ടും പോയി. കറണ്ട് വരാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. പിന്നെ അമ്മിയിൽ നിന്ന് അരക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അമ്മിയിൽ നിന്ന് അരച്ചെടുക്കുന്നു. വല്ലപ്പോഴും കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് അമ്മി തന്നെയാണ് ഉപയോഗിക്കൽ. അപ്പോൾ പെട്ടെന്ന് അരിഞ്ഞു വരുമല്ലോ വറുത്ത തേങ്ങ ആയതുകൊണ്ട്. ഇതാ നല്ല അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേഗം കറിയിലേക്ക് അരവ് ചേർത്ത് കൊടുക്കാം. എന്താ ചക്കക്കുരു നല്ല വെന്ത് വന്നിട്ടുണ്ട്. എന്താ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്തപ്പോൾ നല്ലൊരു ഇറച്ചിക്കറി പോലെ തന്നെയുണ്ട്. ഇതുപോലെ വേണ്ടു, അധികം വെള്ളമാക്കണ്ട. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ഇറച്ചി വെച്ച മണം തന്നെയുണ്ട്. നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ക്യാമറ ഓണായില്ല, അതാ. കറി തിളച്ച് വന്നതിന് ശേഷമാണ് ഗരം മസാല ചേർക്കേണ്ടത്. ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചക്കക്കുരു കറി ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇതാ ഉപ്പൊക്കെ നല്ല പാകമായിട്ടുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടു വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ കടു ഇട്ടു. കടു പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം.
വറ്റൽമുളക് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് കറിയിലേക്ക് വറുത്തിടാം. നല്ല മണമുണ്ട് നമ്മുടെ വറുത്തരച്ച ചക്കക്കുരുക്കറി. ഒന്ന് മൂടി വെച്ച് വറുത്തിട്ടാടും ഒന്ന് മൂടി വെച്ചാൽ നല്ലൊരു കറിക്ക് സ്വാദ് കൂടും. നമ്മുടെ സ്വാദിഷ്ടമായ ഇറച്ചിക്കറിയേക്കാൾ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ ചക്കക്കുരുക്കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.